ഹായ് ഹലോ സുഹൃത്തുക്കളെ. രാവിലെ പണിക്കിറങ്ങിയപ്പോൾ ഒരു മോഹം ഒരു വീഡിയോ എടുത്തേക്കാം. അത് അവസാനം ഇങ്ങനെയൊക്കെയായി മാറി. ആ നേരെ കിടക്കുന്നതാണ് എൻ്റെ വണ്ടി. എൻ്റെ അന്നദാതാവ് എന്നെ കുവൈത്തിൽ പോറ്റിക്കൊണ്ടു പോകുന്ന എൻ്റെ ദൈവം, അങ്ങനെ തന്നെ പറയാം. പുറത്ത് നല്ല ചൂടാണ്. ഏകദേശം 43-45 ഡിഗ്രി ചൂടുണ്ട്. വണ്ടി പഴുത്തൊരു പരുവായി കിടക്കുവാണ്. സമയം 10 മണിയാകുന്നതേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇട്ട് തണുപ്പിച്ചതിന് ശേഷം വണ്ടി എടുക്കാൻ പറ്റും. അത്രത്തോളം ഉണ്ട് ചൂട്. ഇനി ഫുഡ് കഴിക്കണം. തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് അവിടുന്ന് ഫുഡ് കിട്ടി. ഇടിയപ്പവും കടലക്കറിയും. നാട്ടിലെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, കഴിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡ് അടി എന്നുള്ള പരിപാടി കഴിഞ്ഞു. വീണ്ടും വണ്ടിയിലേക്ക്. ചൂടാണ് പുറത്ത് നല്ല രീതിക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ നോക്കിയപ്പോഴത്തേക്കും കാണുന്നത് കോർപ്പറേഷൻ്റെ ആളുകൾ. ഇവിടെ ഇതിന് വലതി എന്ന് പറയും. എല്ലാ സ്ട്രീറ്റിലും ഇവരുണ്ടാവും. അവർ സ്ട്രീറ്റുകളൊക്കെ ക്ലീനാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. അവർ ക്ലീനാക്കുന്ന വേസ്റ്റുകളെല്ലാം അവർ കൊണ്ടുപോയി എല്ലാ ജംഗ്ഷനിലും ഇരിക്കുന്ന ഒരു വലിയ ഡ്രമ്മിൽ തട്ടും. ആ ഡ്രമ്മ് രാത്രി കോർപ്പറേഷൻ തന്നെ വലിയ വണ്ടി വന്ന് മൊത്തത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. അതവർ എവിടെയൊക്കെ കൊണ്ടുപോകും, എവിടെയാണെന്ന് കൃത്യമല്ല. അത് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാന്റുകളുണ്ടാവും. ഒരുപാട് വെളിമ്പ്രദേശമുള്ള നാടല്ലേ, അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അവരുടെ പണി നടക്കട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. നമുക്കിനി അഹമ്മദിയിലേക്ക് പോകാം. എൻ്റെ മുൻപിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണ്. വണ്ടി ആരിസ് 2024-25 ആണ് മോഡൽ. എല്ലാ അറബ് നാടുകളെ പോലെ തന്നെ കുവൈത്തിലും ഒരുപാട് കാറുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് റോഡ് സൈഡിലും വലിയ വലിയ ഗ്രൗണ്ടുകളിലൊക്കെയാണ്. അതിന് എത്ര എക്സ്പെൻസീവായ കാറുകളാണെങ്കിലും ടാക്സിക്കാരെല്ലാം പരക്കം പാഞ്ഞ് നടക്കുന്നു. നിലവിൽ വെക്കേഷൻ ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും പണി വളരെയധികം മോശമാണ്. ഞങ്ങൾ റോമിംഗ് ടാക്സിക്കാർക്ക് അവധിയായി കഴിഞ്ഞാൽ പണി വളരെ മോശമായിരിക്കും. രാവിലെ ഫുൾ ടാങ്കുമായി റോഡിലേക്ക് വരുന്ന വണ്ടി റോഡിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇടയിൽ വഴിയിൽ കൈ കാണിക്കുന്ന കസ്റ്റമറെ അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് വിട്ടുകൊടുക്കും. ആ ഓട്ടോ എല്ലാം മീറ്ററിലായിരിക്കും ഓടുന്നത്. ആ മീറ്ററിൽ കാണിക്കുന്ന തുക എന്താണോ അത് വാങ്ങി വീണ്ടും ചുറ്റൽ ആരംഭിക്കും. ചുറ്റുന്നതിനിടയിൽ അടുത്ത കസ്റ്റമറെ കിട്ടും. അതിനിടയിൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമർ വിളിച്ചെന്ന് വരാം. ചിലപ്പോഴൊക്കെ വഴിയിൽ നിന്ന് കിട്ടുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ നമ്പർ വാങ്ങാറുണ്ട്. കാലക്രമേണ അവർ നമ്മുടെ കസ്റ്റമറായി മാറും. അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കാറുണ്ട്. വെക്കേഷൻ ടൈമിൽ ഇതിനെല്ലാം ഇടിവാണ് സംഭവിക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ചൂട് ഏകദേശം 44-45 ആ ലെവലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയിലേക്ക് പോകുന്ന റോഡ് 212 നമ്പർ റോഡാണ്. ഇവിടെ റോഡുകൾക്കെല്ലാം നമ്പറുകളാണ്. 212 കുവൈത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന റോഡാണ്. കാരണം ഈ റോഡിൻ്റെ തിരക്ക് തന്നെയാണ്. ഈ റോഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ലെവലിൽ ട്രാഫിക് അനുഭവപ്പെടുന്ന റോഡാണ്. നിലവിൽ ഈ റോഡിൽ ട്രാഫിക് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും സാധിക്കുന്നു. ഈ റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട അഹമ്മദി ഡയറക്ഷൻ സിഗ്നൽ ഓപ്പണാണ്. എപ്പോഴും കടന്നു പോയിക്കൊണ്ടേയിരിക്കാം. ഇനി എൻ്റെ മുമ്പിൽ വരുന്നത് 30 നമ്പർ റോഡാണ്. ഈ റോഡ് സൗദി ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇടത് ഭാഗത്തേക്ക് ഇത് സൗദിയിലേക്കും വലത് ഭാഗത്തേക്ക് ഇത് കുവൈറ്റ് സിറ്റിയിലേക്കുമാണ് പോകുന്നത്. ഇടത് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് 40 നമ്പർ റോഡിൽ പോയി കണക്റ്റായി അവിടെ നിന്നത് സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. കഫ്ജി ബോർഡറാണ്. കഫ്ജി നുവൈസീബിൽ നിന്നും കഫ്ജിയിലേക്കാണ് ആ റോഡ് പോകുന്നത്. 30 നമ്പർ റോഡും 40 നമ്പർ റോഡും കുവൈറ്റ് സിറ്റിയിലെ 1 നമ്പർ റോഡിൽ നിന്ന് സ്റ്റാർട്ടായി സൗദി അറേബ്യ ഭാഗത്തേക്ക് പോകുമ്പോൾ ജുലൈയ എന്ന ഭാഗത്തെത്തി അത് 40 നമ്പറായി ചേർന്ന് ആ 40 നമ്പർ എത്തിച്ചേരുന്നത് സൗദി അറേബ്യ ബോർഡറിലാണ്. നുവൈസീബ് ബോർഡറാണത്. എൻ്റെ വണ്ടിക്ക് അവിടം വരെയാണ് പെർമിറ്റ് ഉള്ളത്.
യാത്ര ചെയ്യുക. ഞാൻ അവിടം വരെ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ കൂടെയും പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. ഇനി നമ്മൾ 40-ാം നമ്പറിന് മുകളിലൂടെ കടന്ന് അഹമ്മദിയിലേക്ക് കടക്കുകയാണ്. അഹമ്മദി വളരെയധികം വ്യത്യസ്തതയാർന്നൊരു സ്ഥലമാണ്. കാഴ്ചയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ളൊരു സ്ഥലം. അതിലൊന്നാമത്തെ കാര്യം അടുത്ത സെക്കൻഡുകളിൽ തന്നെ എനിക്ക് മനസ്സിലാവും. ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണത്. 40-ാം നമ്പറിന് മുകളിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പച്ചപ്പ് എത്ര ഉണ്ടെങ്കിലും ചൂടിനൊരു കുറവില്ല കേട്ടോ. താരതമ്യേന കുവൈത്തിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് അല്പം ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അഹമ്മദി. അഹമ്മദിയുടെ ഉൾഭാഗങ്ങളിലേക്കൊക്കെ പോയവർക്കൊക്കെ അതിനെപ്പറ്റി മനസ്സിലാകും. KNPC, KOC എന്നിങ്ങനെ പെട്രോളിയം മേഖലയിലെ കുവൈത്തിലെ മുൻനിര സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് അഹമ്മദിയിൽ തന്നെയാണ്. എൻ്റെ ഇടതുവശത്ത് കാണുന്ന ആ നീല ബിൽഡിങ് അത് KNPCയുടെ ഒരു ബിൽഡിങ്ങാണ്. മലയാളികളും ജോലി ചെയ്യുന്നുണ്ടാവാം. കാരണം കുവൈത്തിൽ 10 ലക്ഷത്തിനടുത്ത് മലയാളികളുണ്ട്. ഇനി എൻ്റെ ഇടതുവശത്ത് കാണുന്ന ആ സ്തൂപങ്ങൾ കുവൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. ഏകദേശം 1970-കൾ മുതൽ ഈ സംഭവം കുവൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. കുവൈത്ത് ടവറുകൾ പോലെ തന്നെ ഇതും കുവൈത്തിൽ വളരെയധികം ഫേമസ് ആണ്. മുൻപിലൊരു സിഗ്നലാണ് വരുന്നത്. നാട്ടിൽ കാണിക്കുന്നത് പോലെ തന്നെ കുരുത്തക്കേട് കാണിച്ച് വലത്തേക്കെടുത്ത് ആദ്യം കിട്ടുന്ന റൗണ്ട് ബോട്ടിൽ യൂട്ടേൺ അടിച്ച് സിഗ്നൽ ഒഴിവാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തന്നെ സിഗ്നൽ ഗ്രീനായി. എന്തായാലേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ. നേരെ മുൻപിൽ വരുന്നത് കുവൈറ്റ് ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ഒരു ആശുപത്രിയാണ്. വളരെ വലിയൊരു ആശുപത്രിയാണ്. ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നൊരു ആശുപത്രി. എല്ലാ മേഖലകളിലും മലയാളികളുണ്ട് ഈ ആശുപത്രിയുടെ. ഇതേ വാട്ടർ ഫൗണ്ടൈൻ വീണ്ടും വളരെ വലുതാണത്. വീഡിയോ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത് കണ്ടവർക്കറിയാം അത് എത്രത്തോളം വലുതാണെന്ന്. ഇനി ഞാൻ അഹമ്മദിയുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേച്ചർ മൊത്തത്തിൽ മാറി പച്ചപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ ചൂട് അതിൻ്റെ പീക്ക് അവസ്ഥയിലെത്തിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ സ്ഥലങ്ങളൊക്കെ പച്ചപ്പിൽ നിന്ന് മങ്ങി തുടങ്ങി. ഏകദേശം ഒരു ഉണക്ക രൂപത്തിലേക്ക് എത്തി തുടങ്ങി മരങ്ങളെല്ലാം. വളരെ കൃത്യതയോടെ പരിപാലിച്ചു വരുന്ന ഒരു ഏരിയയാണ് അഹമ്മദി. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെ അപേക്ഷിച്ച് അഹമ്മദിക്കൊരു സൗന്ദര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇടതുവശത്ത് കാണുന്നത് അഹമ്മദി പാർക്കാണ്. അഹമ്മദി പാർക്ക് വളരെയധികം മലയാളികൾക്ക് സുപരിചിതമാണ്. നാഷണൽ ഡേയുടെ സമയത്ത് അഹമ്മദി പാർക്ക് വിസിറ്റ് ചെയ്യാൻ കുവൈത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഇവിടെ എത്താറുണ്ട്. മലയാളികൾ മാത്രമല്ല, എല്ലാ നാട്ടുകാരും എത്താറുണ്ട്. കാരണം ഇവിടെ ചെയ്തു വെക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടി മാത്രം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ ഫ്ലോട്ടുകൾ ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിവിടെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തും. ആ സമയത്തൊക്കെ ഒരുപാട് ഓട്ടം ഉണ്ടാവും. ആദ്യത്തെ റൗണ്ട് ബോട്ടെത്തി. റൗണ്ട് ബോട്ട് ഒന്നല്ല കേട്ടോ, ഒരുപാടുണ്ട് അഹമ്മദിയിൽ. റൗണ്ട് ബോട്ട് കറങ്ങി 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 പ്രാന്താകും ചില സമയത്ത്. അത്രത്തോളം റൗണ്ട് ബോട്ടുണ്ട്. എൻ്റെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഈ റൗണ്ട് ബോട്ടൊക്കെ എന്തിനെന്നറിയാതെ കിടന്ന് കറങ്ങിയിട്ടുണ്ട്. ഇന്നും ആ റൗണ്ട് ബോട്ടൊക്കെ കാണുമ്പോൾ ആ പഴയ സമയമൊക്കെ ഓർമ്മ വരും. ഏകദേശം 3 വർഷമായി ഞാൻ കുവൈത്തിലെത്തിയിട്ട്. 3 വർഷവും 2 മാസത്തോളമായി. അഹമ്മദി ചർച്ചിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അഹമ്മദിയിൽ 2 ചർച്ചുകളാണ് എൻ്റെ അറിവിലുള്ളത്. കുവൈത്തിൽ ഒരുപാട് ചർച്ചുകളുണ്ട്. വലിയ ചർച്ചുകളായുള്ളത് അഹമ്മദിയിലെ ഒരു ചർച്ചും സിറ്റിയിലുള്ളൊരു ചർച്ചും, കുവൈറ്റ് സിറ്റിയിലുള്ള ചർച്ച്. അതിൽ അഹമ്മദി ചർച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവർ ലേഡി ഓഫ് അറേബ്യ കാത്തലിക് ചർച്ച്, അതാണ് ഈ പള്ളിയുടെ പേര്. നിലവിൽ പള്ളി ദിവസം അല്ലാത്തതുകൊണ്ടായിരിക്കാം തിരക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്. ചില സമയങ്ങളിൽ പോലീസുകാർ വരെ കൺട്രോൾ ചെയ്യുന്നത്ര ട്രാഫിക് ഉണ്ടാകാറുണ്ട് ഇവിടെ. ചർച്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഞാനകത്തേക്ക് നടന്നു.
അത് ചർച്ച് അടച്ചിട്ടേക്കാണ്. ഗാർഡനർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് കുവൈത്തിലെ ചർച്ചുകളിൽ ഫേമസ് ചർച്ചായ അവർ ലേഡി ഓഫ് അറേബ്യ കാത്തലിക് ചർച്ച് അഹമ്മദി.